Hello guys, welcome back to my YouTube channel. It's me, Simply Femia Femi. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റിയായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അങ്ങനത്തെ വ്ളോഗ്സുകളായിരിക്കും, ഒരു കപ്പിൾ ടൈപ്പ് വ്ളോഗ്സ് ആയിരിക്കും. ഇൻഡിവിജ്വലും ഉണ്ടാവും, പിന്നെ ഫുഡ് കുക്കിംഗ് എല്ലാം ഉണ്ടാവും. എന്നാലും ജസ്റ്റ് ഞാൻ നെയിം ചേഞ്ച് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയം കാണാൻ പോയ വീഡിയോ കേട്ടോ. അപ്പം പൂരം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസമായി, കറക്റ്റ് ഒരു മാസമായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ചമയം കാണാൻ പോയതിൻ്റെയാണ്. അപ്പം ഞാൻ തൃശ്ശൂരായതുകൊണ്ട് അവിടെ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണേ. അപ്പോൾ 2-3 വീഡിയോ നമുക്ക് അടുപ്പിച്ചിടാനുണ്ട്. കുറച്ച് വീഡിയോസ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്ലോഡിങ്ങിന് നമുക്ക് ഒത്തിരി MB വേണമല്ലോ. അപ്പോൾ വീട്ടിൽ വന്നാലേ വൈഫൈ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ മാരേജ് എനിക്ക് കുഴപ്പം വരില്ല, അവിടെ വൈഫൈ ഉണ്ട്. അപ്പം ഞാൻ PG നിൽക്കുന്നത്. അപ്പോൾ അവിടെ നെറ്റ് തന്നെ സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പം വീഡിയോസ് ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചമയം കാണാൻ പോകുന്നത്. ചമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ആനയുടെ മേത്തിടുന്ന സാധനങ്ങളും കൊടകളും കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ടുള്ള സാധനങ്ങളൊന്നും അവർ പുറത്തിറക്കില്ല കേട്ടോ, അതൊന്നും അവർ കാണിക്കില്ല. നോർമലായിട്ടുള്ള സംഭവങ്ങളും പിന്നെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ കുറച്ച് കൊടകളൊക്കെയാണ് അവർ വെച്ചേക്കുന്നത്. ഇത് ഏത് പാറമേക്കാവാണോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാനതൊക്കെ പഠിച്ച് വരണുള്ളൂ. അപ്പോൾ ഇത് ഒരു ആൾക്കാരുടെ മാത്രമേ ഉള്ളൂ, ഒരു സൈഡ് ആൾക്കാരുടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അപ്പുറത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ ഫ്രണ്ടിലെ ക്യൂ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഹോളിൽ തിരക്കുണ്ടായിരുന്നു, പെട്ടെന്ന് അവർ പറഞ്ഞു വിടായിരുന്നു. പക്ഷേ ചൂട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ AC ആയിരുന്നു, നമുക്ക് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളാട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇപ്രാവശ്യത്തെ പൂരം കാണാൻ ഞാനിങ്ങനെ ഭയങ്കര ആഗ്രഹിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്ക് പൂരം കാണാൻ പോകാൻ പറ്റിയില്ല. ഞാൻ കറണ്ട് വർക്ക് ചെയ്തൊരു ഓഫീസിൽ നിന്ന് ഒരു ട്രിപ്പ് പോകേണ്ടി വന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് അടിപൊളിയാണ്, അപ്പോൾ അതും നിങ്ങൾ കാണണം. അപ്പോൾ അങ്ങനെ കൊടകളൊക്കെ കണ്ടു. അപ്പം ഞാൻ എൻ്റെ ഫിയാൻസി, മദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ, ഞങ്ങൾ എല്ലാവരും കൂടെ ആട്ടോ പോയി കാണാൻ പോയത്. അപ്പോൾ അടിപൊളിയായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു, റോഡ് സൈഡിലൊക്കെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ കയറി പോയത്. പക്ഷേ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പോവാം. കാരണം അവർ എല്ലായിടത്തും പോലീസുകാരൊക്കെ ഉണ്ട്. അവർ നമ്മളെ വീഡിയോ എടുക്കാൻ മാത്രമേ സമ്മതിക്കുള്ളൂ, ഫോട്ടോ എടുക്കാൻ കാര്യങ്ങൾക്കൊന്നും സമ്മതിക്കില്ല. ഫോട്ടോ എടുക്കാൻ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ വീഡിയോ എടുത്ത് വേഗം പൊക്കോന്ന് അവർ പറയും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയറിലെയാണ് ഞാൻ കണ്ടതായിട്ട് ഓർക്കണു. പുതിയത് എനിക്ക് തോന്നണു ഒന്നും വെച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ പൂരം കാണാത്തതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും സംഭവം ഓടിയാണെന്ന് അടിപൊളിയാണ്. അപ്പോൾ ലൈഫിൽ ഇതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അയക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളും കണ്ടോളൂ. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണും കേട്ടോ. പൂരത്തിന് 2 ദിവസം മുന്നേ ആയിരിക്കും ചമയം വെക്കുന്നത്. അപ്പോൾ ഒന്ന് കാണാം, ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ തൃശ്ശൂർ പൂരം നമ്മുടെ തൃശ്ശൂരുകാർ പൂരം കണ്ടിട്ടില്ല എന്ന് പറയണ പോലെയാണ്. എറണാകുളംകാർ കാർണിവൽ കാണാൻ പോകാറില്ല, കാരണം അവർക്ക് അത്രയും ക്രൗഡ് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് നോക്കുക, ഇതൊക്കെ നമുക്ക് കാണാൻ പോകാം. ഇതാണ് മറ്റേ ആൾക്കാരുടെ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. ടാറ്റാ.